കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലും വിളവെടുപ്പും പൂക്കളെ കാണിക്കലൊന്നും അല്ല. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഇന്ന് ഞായറാഴ്ചകത്തെ രാവിലെ തൊട്ട് ഞാൻ എന്തെല്ലാം പണിയെടുക്കുന്നു എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണിക്കാൻ പോവുക കേട്ടോ. അതായത് ചെറിയ തോതിലൊരു ഡേ മൈ ലൈഫ് എന്ന് തന്നെ പറയാം. എന്നാൽ വരി നമുക്ക് തുടങ്ങാലോ. ഞാൻ എന്തൊക്കെ രാവിലെ എടുക്കുന്നു എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ നടക്കുക. അപ്പം അതിരാവിലെ എന്നാലും ഞങ്ങളൊരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. അതിരാവിലെ ഞങ്ങൾ നടക്കൂല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ വരണം. പിന്നെ അത് മാത്രമല്ല, മഴയുണ്ട്, കുടയെടുത്തിട്ട് അതിന് പറ്റിയ ഷൂ ആണ്. നടക്കാൻ പോവുക കേട്ടോ. നടന്നു വന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ തിരിച്ചു എത്തുമ്പോൾ മീനും വാങ്ങി പോന്ന്. കൂടുതൽ മീൻ വാങ്ങൂല കേട്ടോ, ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രം. ഗേറ്റ് ചാരിയാ പോവുക. കുറച്ചാടെ എത്തിയൊക്കെ മഴ പെയ്ത കുട തുറക്കേണ്ടി വന്നു. ഇത് തുറന്നുവെച്ചാട്ടവിടെ. ഇനി മീൻ മുറിക്കണോ, ചായ കുടിക്കണോ, അങ്ങനെയൊക്കെ ചെയ്ത് നടന്ന് വരുമ്പോൾ നല്ലൊരു സന്തോഷം. നിങ്ങൾ വിചാരിക്കും എന്താ മീൻ ഇത്രേ വാങ്ങിയുള്ളൂ എന്ന്. ഞങ്ങൾക്ക് ഇത്ര ധാരാളം. എന്നോട് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ജൂലൈ മാസത്തിലും ബോഗൺവില്ല പൂവിട്ടിട്ടുണ്ടോ എന്നുള്ളത്. പൂവിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്. എന്നെ സ്ഥിരമായിട്ട് ഞങ്ങൾ നടക്കുന്ന എപ്പാന്നറിയോ? ആദ്യമൊക്കെ ഞങ്ങൾ നടക്കില്ല 5:30 മണിക്കൊക്കെ ആയിരുന്നു. എൻ്റെ സൗണ്ടിന് വ്യത്യാസം ഉണ്ടാവില്ലേ? രാവിലെയാണ്. മഴ കുറച്ചാടുന്ന് മഴയും കിട്ടിയിട്ടുണ്ട്. അതെ, പക്ഷെ കൊണ്ടിട്ടില്ലേ, തലക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ നടക്കും. പിന്നെ ഇപ്പം അത് വയനാട് ജില്ലയെ രാവിലെ ഒന്നും നടന്നൂടാ. എപ്പോഴാണ് ആനനെ വന്ന് മുട്ടുന്നത്, അല്ലെങ്കിൽ പുലി കടുവ വന്ന് ചാടുന്നത് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വെളിച്ചമായിട്ട് ഒരു 6:30 കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാറുള്ളൂ. ഇപ്പം മഴക്കാലമാണ്, കാറ്റടിക്കല്ലോ. അന്നേരം ലൈനെങ്ങാനും പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം കിട്ടാതാണ് പണ്ട് തന്നെ നടക്കുന്നത്. ജീവൻ തന്നെ പോവും. അതുകൊണ്ടൊക്കെ താമസിച്ചിട്ട് ഞങ്ങൾ നടക്കാറുള്ളൂ. എല്ലാവരും പുറത്തിറങ്ങി പിന്നെ ഇപ്പം വാഹനത്തിന് കുറച്ചൊരു കുറവുണ്ടാവും ഈ രാവിലെ. അപ്പോൾ സുഖമായിട്ട് നടക്കും. എനിക്ക് നടക്കാതെക്കാൻ കഴിയില്ല കേട്ടോ, ഞങ്ങൾക്ക് ശീലിച്ച് പോയി. ഇതന്നെ നടക്കുന്ന ഷൂവാണ്. നടക്കുമ്പോൾ ഒരു ഷൂ അങ്ങനെയൊക്കെയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞാൻ കുറച്ച് പണികളൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞായറാഴ്ച എനിക്ക് ഡ്രൈ ഡേ പോലെയാണ് ഞാൻ ആചരിക്കൽ. ഒക്കെ ഒന്ന് ക്ലീനാക്കുക, അങ്ങനെ കുറേ പണികളുണ്ട്. ഇനി ചെരുപ്പൂരി. ആദ്യമൊക്കെ ഷൂ ഇടിയിരുന്നു, ഇപ്പം ഷൂ അല്ല സോക്സ്. ഇപ്പോൾ സോക്സ് ഒന്നും ഇടലില്ല. ഇതെടുത്ത് വെക്കണം, മഴ കൊള്ളാൻ പറ്റൂല. അത് എല്ലാം കഴിഞ്ഞ് മീനും മുറിച്ചു. ഇനിയിപ്പോൾ വേസ്റ്റ് ഞാനിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ, ഇങ്ങനെ ബ്രെഡിൻ്റെ കവറിലിട്ടാൽ ബ്രെഡൊന്നും അല്ല കേട്ടോ, അതിൻ്റെ കവറിൽ കുറേ പഴത്തൊലി. അപ്പോൾ ഞാൻ ബയോബിന്നിൽ അങ്ങ് ഇടട്ടേന്ന് വിചാരിച്ച്. ബയോബിന്നിൽ ഇട്ടതാ. ഇതെൻ്റെ എല്ലാ അടുക്കളയിലുള്ള എല്ലാ വേസ്റ്റുമാണ്. ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ വന്നു. എന്നിട്ടിങ്ങനെ അങ്ങ് പരത്തിയിടും ഞാൻ. പഴത്തോട് അങ്ങനെ നമുക്ക് രാത്രി ഉള്ളതൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കും. എന്നിട്ട് ഇനോക്കൂല അങ്ങ് ഇട്ട് വെച്ചാൽ എൻ്റെ രാവിലത്തെ ഓരോ പണികളായത്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ രാവിലത്തെ പണിയൊന്ന് പറയണേ. മീൻ വാങ്ങിയാൽ മീനങ്ങ് മുറിച്ച് വെച്ചിട്ട് വേഗം ഈ പണിയും കഴിഞ്ഞാൽ ബാക്കിയുള്ള പണി നമ്മൾ സമാധാനത്തിൽ എടുക്കാമല്ലോ. ഇതങ്ങനെ അങ്ങ് ഇടണം. ഇനോക്കുലിട്ടങ്ങ് മൂടിയാൽ ഇത് നല്ലൊരു വള കൃഷിക്ക്. ഇത് സൂപ്പറാണ്. ഈ ഇനാകുലത്തിന് കുറച്ച് പൈസയാണ്, പറഞ്ഞിട്ട് കാര്യമല്ല. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഞാനിത് ആദ്യമായിട്ടായത് കൊണ്ട് നിങ്ങൾക്ക് ഞാനെല്ലാം വിശദമായിട്ട് കാണിച്ചു തരും. അങ്ങനെ വേസ്റ്റിൻ്റെ പണി അവിടെ കഴിഞ്ഞു. ഇത് എൻ്റെ മീൻ മുറിച്ച വെള്ള വേസ്റ്റൊക്കെ ഞാനതെന്താ ചെയ്യുന്നതെന്നറിയോ? ഇത് എൻ്റെ ചെടീൻ്റെ മുരട്ടിങ്ങനെ മണ്ണിങ്ങനെ മാന്തും ഞാൻ. ഇതാ മണ്ണിങ്ങനെ മാന്തിയിട്ട്
ഇതങ്ങ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇത് മണ്ണിടും. കാണിക്കൂല, പുറത്ത് കാണിക്കേയില്ല. അങ്ങനെ ഒരു സംഭവം ഇട്ടതായിട്ടേ തിരിയൂല. അങ്ങനെ ആയാൽ മണവും ഉണ്ടാവൂല, പിന്നെ ഓരോ ജീവികൾ വന്ന് മാന്തൂര. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ കാക്കച്ചി അങ്ങനത്തെ ഒക്കെ ആ വെള്ളം അങ്ങ് ഒഴിക്കും. എൻ്റെ ഒരു ദിവസത്തെ ഡ്യൂട്ടികളാണ് ഇതൊക്കെ. മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ദിവസം കിട്ടുന്നത് ഞാനിങ്ങനെ ചെയ്യാം. ഇതാ, ഇനി ഒരു പ്രശ്നവുമില്ല. നമുക്ക് വേസ്റ്റ് പാനായും ചെയ്ത് നല്ല വളവും കിട്ടി. ഇനി അടിച്ച് വാരാന്നാൽ ഈ ടൈലായതുകൊണ്ട് ദിവസം തുടക്കണമെന്നൊന്നുമില്ല. എന്നാലും ഞാനൊന്ന് ആവുന്ന മാക്സിമം തുടക്കും ഞാൻ. ആയിട്ട് പിന്നെ കുനിയാനാവൂല, അധികം കുനിയൂല. അതെൻ്റെ ഒരു പരാജയം കേട്ടോ. രാവിലെ നടക്കും ചെയ്യും, അത്യാവശ്യം പണിയെടുക്കും, കൃഷിയെടുക്കും. എന്നാൽ എനിക്കെന്താ അറിയില്ല, എൻ്റെ തടി കൊണ്ടായിരിക്കും. അങ്ങനെ എങ്ങനെ വൃത്തിയാക്കിയാലും ടൈലടിച്ച് വരുമ്പോൾ ഒരു പൊടി വരും. അതെന്താ നോക്കി, എൻ്റെ കാട്ടൻ വാരി. ഇവിടെ കാട്ടൻ വാരി എന്നൊക്കെ ഇതിന് പറയുക. നിങ്ങളെന്താ പറയുക എന്നൊക്കെ പറയണേ. എന്താ, ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുക്കും. ഞാൻ എല്ലാ റൂമും അടിച്ച് മാറ്റട്ടോ. നേരം വെളുത്തട്ട് അങ്ങ് ഓടും വേറെ പണിക്ക്. ബെഡ്ഷീറ്റ് മടക്കി വെക്കാനൊക്കെ പിന്നെ അങ്ങോട്ട് വരുത്താം, എല്ലാം കഴിഞ്ഞിട്ട്. ഒരാൾക്ക് ഒരു ലേഡിക്ക് എന്തെല്ലാം പണിയാലേ നേരം കിട്ട് വെളുത്താൽ. നിങ്ങൾക്ക് എന്താ പണിയുള്ളത്? ഹൗസ് വൈഫാന്ന് അറിയുമ്പോൾ വെറുതെയാണെന്നൊക്കെ പറയൂലേ. ഒരു പണിയില്ലാന്ന് എൻ്റെ അമ്മോ. രാവിലെ തൊട്ട് രാത്രി വരെ നമുക്ക് പണിയാണ്. ആ പണിയും കൃഷിയും. ഇപ്പം കുറേ പ്രിയപ്പെട്ടവരെയും കിട്ടിയത് കൊണ്ട് അതിനും സമയം കണ്ടെത്തുന്നുണ്ട്. ഇനി ബെഡ്ഷീറ്റ് വിരിക്കട്ടെ. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചങ്ങ് വെച്ചാൽ പിന്നെ രാത്രിയെ പിന്നെ ഇങ്ങോട്ട് വരുത്തുള്ളൂ. എനിക്കങ്ങനെ നല്ല ഒതുക്കി നല്ല ഉഷാറിൽ വിരിക്കണം. റിസോർട്ടിലൊക്കെ ഉള്ള റൂം അതുപോലെ ആക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് പ്രായമായിട്ട് കാര്യമില്ല, നമ്മളെ ബെഡ്റൂമൊക്കെ നമുക്ക് ഉഷാറാക്കണോ. അതൊക്കെ എനിക്ക് എപ്പോൾ ഇങ്ങനെ ഉഷാറിൽ നിർത്തണം എന്നാ. അതാ അങ്ങനെ ഇത് കഴിഞ്ഞ് ഈ റൂം, അടുത്ത റൂം. ഇവിടെ ആൾക്കാർ കിടക്കാനൊന്നുമില്ലെങ്കിൽ ഞാൻ എപ്പോൾ ഒതുക്കിയിടും. അടിച്ച് വാരി തുടക്കുമ്പോൾ ഒക്കെ ഒന്ന് നീക്കം ചെയ്യല്ലോ, അപ്പോൾ ഒന്ന് വൃത്തിയാക്കി വെക്കും. എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് ഇങ്ങനെ കാണാൻ ഇങ്ങനെ എന്നിട്ട് പിന്നെ വന്ന് നോക്കുന്ന എനിക്ക് ഭയങ്കര രസമാട്ടോ. നിങ്ങൾക്കുണ്ട് അങ്ങനെ? എല്ലാം അടിച്ച് വാരി തുടച്ച് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു നോട്ട വന്ന് ഇങ്ങനെ പരിശോധിക്കുക. ഭയങ്കര രസമാണ്. അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ നമുക്കുള്ളു. എന്താ പിന്നെ നമ്മളുടെ വെറും പണി. അതിന് ആനന്ദം കണ്ടെത്തുക അത് ഇനി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞ് സോഫ ഒന്നും സോഫയിലൊന്നുമില്ല. അങ്ങനെയൊക്കെ കലാപരമായിട്ട് വെച്ചാൽ തന്നെ ഒരു ഭംഗിയാണ്. ഇങ്ങനെ എനിക്ക് ഹുദ പഠിപ്പിച്ച് തന്നത് അങ്ങനെ. ഞാനെങ്ങനെയോ ഇനി വെക്കൽ ഹുദ വന്നാരെയാണ് ഇങ്ങനെ വെക്കണം. ഓൾ വെക്കും അങ്ങനെ. അത് കണ്ട് ഞാനും ചെയ്തു. ഇപ്പോഴത്തെ തലമുറൻ്റെ ആൾക്കാർ കണ്ട് നമ്മളും പഠിക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് രസം തോന്നി. ഇവിടുത്തെ പിന്നെ ഫുട്ബോൾ കാണാൻ വേണ്ടി ഇവിടുത്തെ എടുത്തുകൊണ്ട് വരും, അപ്പുറത്ത് കൊണ്ടുപോകും ആ സോഫയിലേക്ക്. അങ്ങനെ വേണ്ടി ഇപ്പോൾ ഫുട്ബോളാണല്ലോ, അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുക. എന്നിട്ടാണ് ഇവിടുന്ന് കിടന്ന് ഒയച്ച് കാണുക. ടി വി ഇവിടെ, ടി വി എൻ്റെ ടി വി അവിടെയാണ്. ഇത് ഇവർക്കില്ല. ജെൻസ് ആണുങ്ങൾ വരുമ്പേ ഞാനിവിടെ അടിച്ച് തുടച്ച് കയറിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഞാൻ വരുത്തില്ല കേട്ടോ. എൻ്റെ അതൊക്കെ അവിടെ അടുക്കളയായിട്ട് കഴിയല. ഞാനില്ലേ വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യല. ഇവിടുന്ന് അറിയാം, ഇതാ എൻ്റെ സ്ഥാനം ഇവിടെയാണ്. അതാ എൻ്റെ ലോകം, ഈ റൂം. അപ്പം ഞാനിങ്ങനെ വെച്ചിട്ട് എനിക്ക് കാല് തൂക്കിയിട്ടൂടാ അധികമോ, വെരിക്കോസ് ഉള്ളത് കൊണ്ട്. എൻ്റെ മോൻ പറയൂ ടീച്ചേഴ്സിനൊക്കെ നിന്നിങ്ങനെ പണിയെടുത്തിട്ടാന്ന് തോന്നുന്നു ലാസ്റ്റ് വയസ്സായില്ലേ അന്നേരം ഇപ്പം വെരിക്കോസൊക്കെ വന്ന് അതാന്നൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ അങ്ങോട്ടേക്ക് വെക്കും കാല്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ക്ലിയറാക്കി ഞാൻ തന്നെ എഡിറ്റ് ചെയ്യൽ. പിന്നെ ഇതാ എൻ്റെ ടി വി ഇതാ കേട്ടോ. ഞാനിതില്ല, എനിക്ക് മോൻ ഇവിടെ ആക്കി തന്നു. ഞാനിവിടെ ഇങ്ങനെ കണ്ട് സുഖമായിട്ട്
മക്കളാളായാൽ പിന്നെ നമ്മളെ നോക്കണ്ടേ. അപ്പം ഇങ്ങനെ ഇരുന്ന് ഇത് ടി വി കണ്ട് അവരതൊക്കെ അവിടെയാ. ഇതെൻ്റെ ലേഡീസ്, ഞാനും. എനിക്ക് ലേഡീസ് എന്ന് അറിയാനൊന്നും ആരും ഇപ്പം ഇല്ല. എന്താ ഇവിടെയൊക്കെ ഒന്ന് തുടക്കുക. ഇതൊക്കെ എൻ്റെ ഞായറാഴ്ചകത്തെ ഡ്യൂട്ടികളാണ്. എൻ്റെ ഇൻഡോർ അതൊക്കെ കേട്ടോ. ഇതാ കല്ല് വെച്ച് ഇത് റെഡിയാക്കി. വെള്ളം ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും തുടക്കണം. അപ്പോൾ എനിക്ക് എന്തായാലും ഞായറാഴ്ച ഒരു ഡ്രൈ ഡേ ആണ്. എല്ലാം വൃത്തിയാക്കുക, നനയ്ക്കുക, വെള്ളക്കെട്ടുള്ളതൊക്കെ എടുത്ത് മാറ്റുക, പുല്ല് പറിക്കുക, അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ അടുത്ത് നട്ടതാണ്. ഈ കാണുന്ന ഭാഗത്തെ പൊടി ഉണ്ടാവുള്ളൂ. ഒരു ഇത്തിരി നനച്ചാൽ മതി കേട്ടോ, അധികം ഒന്നും വേണ്ട. ഒരു കാരണം ഇത് ഇൻഡോറാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ മേലെ ഇങ്ങനെ ഉറ്റിച്ചായി താഴോട്ട് ഇറങ്ങിയോളൂ. കുറച്ച് നനഞ്ഞാടെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇവിടെയുണ്ട്. ആകെ ഒരു പാട്ട വെള്ളം എടുത്തിട്ടേ ഉള്ളൂ. ഇതെന്ത് രസാലേ കാണാൻ, ഭയങ്കര ഭംഗിയാണ് എനിക്കിത്. ഇത് ചുവന്ന പോട്ടിൽ വെച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി. ഇനി ചായക്കടി ഉണ്ടാക്കുക. കുറച്ച് പണികളെല്ലാം എടുത്ത് കഴിഞ്ഞു. ഞായറാഴ്ച കൊണ്ട് താമസിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ പുഴുങ്ങലരി വെള്ളത്തിലിട്ട് വെച്ചതിന് ഇന്നലെ. ഇത് പൊടിച്ചിട്ട് പുട്ട് ചുടുക, നല്ല ടേസ്റ്റാണ്. പുഴുങ്ങലരി ഷാപ്പത്തെ പുഴുങ്ങലരി കേട്ടോ, റേഷൻ കടത്തെ, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ പൊടിക്കട്ടെ. അങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ അങ്ങ് ഉപ്പിട്ടിന് കേട്ടോ. ഇത് ഇനി നമ്മൾ വെള്ളം ഒഴിക്കൊന്നുമില്ല, ഇങ്ങനെ തന്നെ അങ്ങ് ചൂടല. പുഴുങ്ങലരി അത് എന്താ കുറച്ചൊരു തരി തേങ്ങ ചേർക്കട്ടെ. ഞാൻ പുട്ട് ചുടുന്നത് ഇങ്ങനെയാണ്. 3 പുട്ടൊക്കെ ഒന്നിച്ചാകുമ്പോൾ കുറ്റി കൊള്ളൂരെങ്കിൽ ഇങ്ങനെ അങ്ങ് ചുട്ടാൽ നല്ലതാണ്. ഇനി 3 എണ്ണം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചുട്ടാൽ ഗ്യാസ് ലാഭം, സമയം ലാഭം, പൈസ ലാഭം, എല്ലാം ലാഭം. തേങ്ങ അതിലേക്ക് മൊത്തത്തിലിട്ടങ്ങ് കുഴച്ചതാട്ടോ, എന്നാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ അടുപ്പത്ത് വെച്ച് ഇനി ഞാൻ വേറെ പണിക്ക് പോട്ടെ കേട്ടോ. അങ്ങനെ പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ സമയ ലാഭം, പൈസ ലാഭം, ഗ്യാസ് ലാഭത്തിന് വേണ്ടി കറി ചൂടാക്കി ചെയ്യും ഇതിൽ. പിന്നെ ഒരാൾക്ക് വേണ്ടത് പഴമാണ്, പുട്ടും പഴമാണ്. എനിക്ക് വേണ്ടത് പുട്ടും കറിയും. അപ്പോൾ ഞാൻ രാത്രിയത്തെ കറി ചൂടാക്കും, സൈഡിൽ വെക്കും. അങ്ങനെ ചായ ഉണ്ടാക്കി. ഇനി ചായ കുടിക്കട്ടെ കേട്ടോ. ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പണി കാണിച്ചു തരുന്നുണ്ട്. ഇനി കുറച്ച് ചെടികളെ പണികളൊക്കെ ഉണ്ട്, കുറച്ച് കയ്യട്ടെ വിചാരിച്ചു. ഇപ്പം കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കത്തിയെല്ലാം എടുത്തിട്ട് അപ്പുറത്തെ തോട്ടത്തിൽ ചക്ക പറിക്കാൻ പോകുക കേട്ടോ. ഇവിടെ ചക്ക പറിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്ന് വൃത്തിയാക്കി വെക്കാം. 2 ഒഴിവുള്ള ദിവസം അതൊക്കെ ചെയ്തു വെച്ചാൽ നല്ലതാണല്ലോ. അതുകൊണ്ട് വരി, നമുക്ക് ആ പറമ്പും കാണാം. ചക്ക താഴെ എനിക്ക് തന്നെ പറ്റൂ. എന്നാൽ വരി, കാറ് വേണം കൊണ്ടുവരാനേ. ഇങ്ങനെ റോട്ടുമേലൂടെ എടുത്തുകൊണ്ട് വരാൻ കഴിയില്ല. ഇതാ നോക്ക്, ഇവിടെ ഒക്കെ ഇതാ ഇവിടെ എല്ലാം. ഇതൊക്കെ ഇനി എന്താവുമെന്നറിയോ? പഴുത്ത് ഇതിൻ്റെ ചോട്ടിൽ വീണിതാ. കുറേ വീണ് പോയി. ഇതൊക്കെ മൂത്തതാ. അപ്പം നമുക്ക് ഇതിങ്ങ് എടുക്കാം. അല്ല, ഇത് പഴുത്തുപോയി. ഇതാ ഇവിടെ ഒക്കെ പഴുത്തോ? അതും പഴുത്ത്. ഇനി അതിങ്ങോട്ട് എടുക്കാം. ഇതാ ഒന്ന് ഇതും എടുക്കാം. ഒക്കെ ഇതാ ഇത് ഇതാ 1 2 3. ഇത് വേണോ? ഇത് പഴുത്ത് പോയിക്ക്. ഇതെടുത്താലോ? എന്നാലും ഇതിന് വേണ്ട. ഇത് പഴുത്ത് പോയി, ഇത് ചീഞ്ഞ് പോയി. ഇതങ്ങ് വെട്ടിട്ടെ. 4 ചക്ക വീട്ടിലെത്തി. ഒക്കെ എത്തു. ആകെ 2 മിനിറ്റോ 1 മിനിറ്റ് വേണ്ട വീട്ടിലെത്താൻ.
ഇതാ ചക്ക എല്ലാം നന്നാക്കി ഇത് എനിക്ക് ഇനി ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കും കവറിലാക്കിയിട്ട് ഇത് എനിക്ക് ഒരാഴ്ചയൊക്കെ ഉണ്ട്. പിന്നെ ഈ ചക്കമടലില്ലേ അത് ഫുള്ള് ഞാൻ ചക്കമടൽ കമ്പോസ്റ്റ് ആക്കും. ഈ ചക്കമടൽ കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വളവുമായി ഒരാഴ്ചക്ക് നല്ല ഔഷധമുള്ള ചക്കപ്പുഴുക്ക് തിന്നുകയും ചെയ്യുക. ഇന്ന് ഞായറാഴ്ചക്കത്തെ ഡ്യൂട്ടികളാണ്. ഒഴിവുള്ള സമയം ഇങ്ങനെ ചെയ്താൽ മതി, ചക്കപ്പം തീരും. ഇങ്ങനെ ചെയ്തോളി എല്ലാവരും. കുറേ പണിയെടുത്ത് ഞാൻ തളർന്നു കേട്ടോ. ചക്ക കൊണ്ടുവന്നൊക്കെ കണ്ടില്ല, ചക്ക നന്നാക്കി ഫുള്ള് നന്നാക്കി കഴിഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചെടുത്തിട്ട് ചക്കപ്പുഴുക്കുണ്ടാക്കി. ചക്കപ്പുഴുക്കും കണ്ടില്ലേ മത്തി കൊണ്ടുവന്ന് നടക്കാൻ പോയപ്പോൾ അതും ചോറ് വെച്ച കഞ്ഞിവെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അങ്ങനെ അത് ഞാൻ കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിക്കലുണ്ടോ? ഇതൊരു സൂപ്പർ ചക്ക എന്നറിയോ. ചക്കപ്പുഴുക്ക് ഞാൻ തേങ്ങ അരച്ചതാ, വറവിട്ടതല്ല എന്ന്, അതുകൊണ്ട് കടുകൊന്നും കാണൂല. ഇത് തിന്ന് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള പണി എടുക്കാം കേട്ടോ. ഞാൻ തിന്നട്ടെ. അങ്ങനെ ചക്കപ്പുഴുക്കൊക്കെ തിന്ന് കഴിഞ്ഞ് ബാക്കി എല്ലാ ചോളൊക്കെ വൃത്തിയാക്കി 2 കവറിലിതാ. ഇനി എനിക്ക് 2 ആഴ്ചയ്ക്ക് ഇനി ഒന്നും വേണ്ട. ഇതന്നെ ഇങ്ങനെ ദിവസേന എടുക്കുക, തിന്നുക. ഇത് ഒന്നും കൂടി കഴുകിയിട്ടാണ് ഞാൻ അടുപ്പത്ത് വെക്കുള്ളൂ കേട്ടോ. ഇനി കയ്യിൽ വിളഞ്ഞ് വെക്കണ്ട, ഒന്നും വേണ്ട. ഇതങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഞാൻ ഇത്ര ആയി നേരം ഇങ്ങനെ ചെയ്തിട്ട് സൂപ്പർ, ഒരു മാറ്റം ഉണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തോന്നുകയില്ല. ഫ്രിഡ്ജിലങ്ങ് വെച്ചാൽ മതി. എൻ്റെ ഫ്രിഡ്ജിലുണ്ട്, ചക്ക വെച്ചതും ഉണ്ട്. ഇത് തീർന്നില്ല, എപ്പോഴും ഉണ്ട്. ഇതിപ്പോൾ 2 ആഴ്ച ആയ ചക്കയാണ്. സാധാരണ ഞാൻ രാവിലെയാണ് ഈ നടന്ന് വന്ന് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് എൻ്റെ തോട്ടത്തിലേക്ക് ഇറങ്ങല, പൂന്തോട്ടത്തിലേക്ക്. പക്ഷേ ഇന്നൊക്കെ മഴയാണ്, ഇപ്പം കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പുല്ലൊക്കെ അങ്ങനെ പറിക്കൂ. രാവിലെ ചെയ്യുന്ന പണികളാണ്, ഒരു പുല്ലും ഞാൻ വെക്കൂല കേട്ടോ. എല്ലാം പറിച്ച് ഇതാക്കുന്ന. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ വളം കൊടുക്കുന്നതൊന്നും നനയ്ക്കുന്നതൊന്നും ഇവർക്ക് കിട്ടൂല. ഇതാ പുല്ല് തിന്നളിയൂ. പക്ഷേ ഈ പുല്ല് ഞാൻ കളയൂല കേട്ടോ. ഈ പുല്ല് ഞാൻ വെള്ളത്തിലിട്ട് വെക്കും. ഇവിടെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ വെള്ളം എടുത്തിട്ട് ഇതിൽ ചീര വന്നതാ. ചീര അവിടെ നിൽക്കട്ടെ, കുറച്ചുകൂടി ആയിട്ട് നമുക്ക് വേറെ നടാന്ന് വിചാരിച്ച് ഞാൻ. പിന്നെ ഇതിൻ്റെ അഭിപ്രായം എന്തെങ്കിലുമൊന്ന് പറയണേ. ഇതിപ്പോൾ ഇനി കട്ട് ചെയ്യണോ, അല്ലെങ്കിൽ കട്ട് ചെയ്ത് ബുഷിയാക്കുകയാണെങ്കിൽ ഈ പോട്ട് നെറ്റ് ഒന്നും നമ്മൾ കാണൂല, കട്ട് ചെയ്തില്ലെങ്കിൽ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കാണുന്ന രസമോ. നിങ്ങൾ പറയണേ. ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതെന്നെ ഇവിടെ നടാട്ടോ. ഈ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയില്ലേ മേൽഭാഗമോ, അതിവിടെ കുത്തി കൊടുക്കട്ടോ, നന്നായിട്ടുണ്ടാവും. ഇതൊക്കെ അങ്ങനെയാണ് കണ്ടോ. എൻ്റെ വെർട്ടിക്കൽ മേരി ഗോൾഡ് ബാൾസൊക്കെ നോക്ക്, ബാൾസൊക്കെ ഉണ്ടായത്. ഇതൊക്കെ ഞാനിങ്ങനെ പുല്ല് പറിച്ചോണ്ടിരിക്കും, പുല്ല് പറിക്കൂ. ഇതൊക്കെ നല്ല ഉഷാറുണ്ടായില്ല. ഇതുണ്ടോ, മേരി ഗോൾഡൊക്കെ നട്ടിട്ടേ ഉള്ളൂ, ഇപ്പം അടുത്ത് നട്ടതാ. അതിലൊക്കെ വേണം. ഇതൊക്കെ എൻ്റെ രാവിലത്തെ നോട്ട. നമ്മളൊരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ചെടികളൊക്കെ ഉഷാറിൽ ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും പുല്ല് പറിച്ച് കൊടുക്കണോ. രാത്രി മഴ പെയ്താൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായോ, പുഴുക്കൾ തിന്ന് തീർത്തോ, അതൊക്കെ എൻ്റെ രാവിലത്തെ പണികൾ. ഇന്ന് കുറച്ചൊരു സമയം തെറ്റി, മഴ കാരണം ഞാൻ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. ഇന്ന് മഴയായിരുന്നു ഇവിടെ, ഇപ്പം കുറച്ച് വെയിലായപ്പം അങ്ങ് ഇറങ്ങിയതാ. ഇതൊക്കെ ഇങ്ങനെ എടുത്തു കൊടുത്തില്ലെങ്കിൽ അതിലൊക്കെ ഉണ്ടോ ഇങ്ങനെ. ഇതാണ് എൻ്റെ രാവിലത്തെ പണികളായത്. കണ്ടോ, ഇതൊക്കെ ഉഷാറായി വരുന്നു. ഇതിൻ്റെ മുട്ട കണ്ടോ, ഒക്കെ ഞാൻ നോക്കല. എന്തെങ്കിലും വെള്ളീച്ച ഉണ്ടോ, വെള്ളീച്ചക്കുള്ള മരുന്നടിക്കൂ, അങ്ങനെ ഓരോ പണികളാണ്. ഇതെൻ്റെ പുതിയ നല്ലോണം അങ്ങോട്ട് മുട്ടുണ്ടായിന്. ഇതെന്താ അറിയോ, ഒരു ചുവന്ന ഡേസിയ. എനിക്ക് നുസ്രത്ത് തന്നതായിരുന്നു, നമ്മളൊരു ഫാൻ തന്നെ, നമ്മളെ കുടുംബത്തിലെ ആൾ. ഈ ചോപ്പ് വിരിഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നുസ്രത്ത് തന്നതാ ഇതും കേട്ടോ. ഇതും കണ്ടോ, ഇതിലും കട്ട വെള്ള ഉഷാറായി വരുന്നുണ്ട്. പത്ത് മണിയായി. ഇത് എങ്ങനെയാണെന്നറിയോ, പിന്നെ ഇതിന് മഴ പെയ്തിട്ട് കാര്യം വെള്ളം കിട്ടൂല, മഴവെള്ളം ഇങ്ങോട്ടേക്ക് എത്തൂരല്ലോ. അപ്പം ഞാൻ നനച്ചു കൊടുക്കണം. അങ്ങനത്തെ മഴക്കാലമാണെങ്കിലും കുറച്ച് ചെടികൾക്ക് എനിക്ക് നനച്ചു കൊടുക്കേണ്ടിയുണ്ട് കേട്ടോ.
ഇൻഡോർ പിന്നെ ഒരു സ്പൂണൊക്കെ ദിവസം ഒഴിച്ചു കൊടുക്കും ഇൻഡോർ ചെടികളൊക്കെ ഇതാ മേലത്തേന് ഒഴിച്ചാൽ ശരിക്കും മേലത്തേന് ഒഴിച്ചാൽ മതി. ഇങ്ങനെ ഉറ്റി 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 എല്ലാത്തിനും എത്തും. ഇതെങ്ങനെ ഉണ്ട്, എനിക്ക് എന്തൊരു ഇഷ്ടം അത് വെട്ടിക്കൊടുക്കാനായിട്ടുണ്ട്. ഇതാ കണ്ടോ പൂക്കൾ എന്തോരം നല്ല ഉഷാറ്. പക്ഷെ വെട്ടുന്നത് എനിക്ക് സങ്കടമാകും. അതിപ്പോൾ വെട്ടും അത് പോകുമല്ലോ എന്നുള്ളത്. മേലെ വെയിൽ കുറവായിട്ട് മേലെ പൂക്കൾ കുറവ്. ഇതൊക്കെയാണ് എൻ്റെ പണികൾ. അതൊക്കെ എൻ്റെ ഡേ മൈ ലൈഫ് എന്ന് തന്നെ പറയുക. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇത് മേരിഗോൾഡ് ഇങ്ങനെ ഞാൻ നിറച്ച് നട്ട് നോക്കുമ്പോൾ ഇത് വാടിക്കിടക്കുന്നു. ഞാൻ മെല്ലെ പൊന്തിച്ച് നോക്കുമ്പോൾ എന്താ സ്ഥിതി എന്നറിയാം. എന്തോ കട്ട് ചെയ്തതാ ഇത്. എന്നിട്ട് ഞാൻ ഇവിടെ കുത്തി കൊടുത്തുക. ഇത് അങ്ങനെയൊക്കെ ഉണ്ടാവും, പരാജയം ഉണ്ടാവും. നമ്മളെല്ലോണം ശ്രദ്ധിക്കണം. ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ ഇതിപ്പം പൊട്ടി കിടക്കല്ലേ, അവിടെ ഉണങ്ങി പോവും. ഞാൻ വേഗം വന്നിട്ട് അത് വീണ്ടും കുത്തി കൊടുത്ത്. അങ്ങനെ നമ്മൾ നോക്കിയാലുള്ള ഗുണങ്ങൾ ഇതെല്ലാം പുല്ല് ഇങ്ങനെ പറിച്ച് കൊടുക്കുക. ഇതിനും നനക്കണോ? ഞാൻ പിന്നെ ഒരു നനങ്ങ് മേലെ നനച്ചാൽ ഉറ്റി 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 കിട്ടിക്കോളും. ഇങ്ങനെ നനച്ച് നമ്മൾ മേരിഗോൾഡ് ഇല്ലേ, നമ്മൾ തൈ നടാതെ ഉണ്ടായ ചെടീൻ്റെ കമ്പ് പൊട്ടിച്ചാൽ നടുന്നെങ്കിൽ പെട്ടെന്ന് പൂവുണ്ടാവും. നോക്കി ഇതിനൊക്കെ പൂവുണ്ടായി കണ്ടോ? ഇതിന് നോക്കി പൂവുണ്ടായി, ശാഖയുണ്ടായി. ഇതവിടെതാ എന്നോടിപ്പോൾ ഞാൻ ഇതൊക്കെ പൊട്ടിച്ചു കൊടുത്തുക. അതൊക്കെ പൊട്ടിച്ച് ഇവിടെ ഞാൻ കുത്തി കൊടുത്തുക. അതിങ്ങനെ പൊട്ടിക്കുക. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഞാൻ കുത്തി കൊടുക്കുക ഇവിടെ തന്നെ. മഴക്കാലമാണ്, ഒരു പ്രശ്നവുമില്ല, ഉണ്ടായിക്കോളൂ. ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ ഞാൻ അതൊക്കെ എൻ്റെ പൂന്തോട്ടത്തിൽ എൻ്റെ പണികൾ. എന്നാൽ ബുഷിയായിക്കോളൂ. ഇതെൻ്റെ ബാൾസ ഇങ്ങനെ ലൈനിൽ ഞാൻ വന്ന് നോക്കും. ബാൾസത്തിനൊരു പുഴു വരാണ്ട്. അത് ഒക്കെ എൻ്റെ രാവിലത്തെ ഡ്യൂട്ടി പെട്ടതാ. എന്തായി എന്നുള്ളത് അറിയാം. പിന്നെ എനിക്കൊരു സംശയം കേട്ടോ, ഈ മഞ്ഞപ്പൂവില്ലേ, ഇവിടെ ഒരു നിരന്ന് മഞ്ഞപ്പൂവാണ്. അത് ഞാൻ ഇവിടെ ഇറക്കി വെച്ചിട്ട് ഇതെടുത്ത് മേലെ കെട്ടിയാലോ എനിക്കൊരു സംശയം. കാരണം നമുക്ക് മഞ്ഞപ്പൂ ഇങ്ങനെ കാണുന്ന രസം. ഇതൊരു ഇങ്ങനെ ആകുമ്പോൾ അതിനേക്കാളും തെളിച്ച അടിയിൽ നോക്കി. ഞാൻ കരിയില കമ്പോസ്റ്റൊക്കെ ഇടുന്നത് കൊണ്ട് ചീര ഉഷാറായി മുളച്ചിട്ട് ഇത് ഞാൻ നാളെ മറ്റന്നാൾ നടാ വിചാരിച്ചിരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളെ രാവിലത്തെ പരിശോധനയിൽ. ഇത് ജെറേനിയത്ത് പുല്ല് അറിഞ്ഞു. ഇതാ ജെറേനിയ പൂടാൻ തുടങ്ങി. ഞാൻ കമ്പ് നട്ടതായിരുന്നു. ഇതൊക്കെ എങ്ങനെ പുല്ല് പറിച്ചുകൊണ്ട് നിൽക്കണം. നമുക്കിതിമൊന്നും മാറാനൊഴിവില്ല. ഇതെനിക്ക് വേറെ ഒരു ജെറേനിയത്തിൻ്റെ കളർ എനിക്കൊരാൾ തന്നിനി. അപ്പം അത് നട്ടു കൊടുത്തതാണ്. ഇതൊക്കെ ആളായി വരുന്നുണ്ട്. ഇത് നിത്യ കല്യാണി. ഞാൻ നടക്കാൻ പോയപ്പോൾ ഒരു വീടിൻ്റെ മുമ്പിൽ അവരെല്ലാം പ്രൂൺ ചെയ്തതായിരിക്കാം, പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു റോട്ടുമേൽ സൈഡിൽ. അപ്പം ഞാൻ എന്താക്കിയെന്നറിയാം, അത് എടുത്ത് കൊണ്ടുവന്ന് പീസാക്കിയിട്ട് ഞാൻ നട്ട് വെക്കുമ്പോൾ നട്ടതിന് ശേഷം പൂവുണ്ടായത് അതൊക്കെ. ഇത് വെള്ളയും ഓക്കെ അടിപൊളിട്ടോ. ഇതിലൊക്കെ വേര് വന്ന് ഇതൊന്നും നല്ലയൊന്നും അല്ല, ഒരാഴ്ചയായി. ഇതിൻ്റെ ഒന്ന് പുല്ല് പറിച്ചാട്ടെ. ഇത് ഇതിൻ്റെ പൂവിൻ്റെ ഇവിടെ കണ്ടോ, ഇതാണ് 2 തരം കളറ്. ഇവിടെ ഇതാ നട്ടു കൊടുത്തിന് ഞാൻ. ഇതെൻ്റെ ജെറേനിയോ ഞാൻ ഉണങ്ങിയ ഇങ്ങനെ പറിച്ച്. ഇതൊക്കെ എൻ്റെ രാവിലത്തെ ഓരോവരെ മുമ്പിൽ ഇവരെ എടുത്ത് ഇങ്ങനെ കോതി വൃത്തിയാക്കിയോണ്ട് നിൽക്കും. നമുക്ക് പൂവുണ്ടായത് ഇവിടെയൊക്കെ പൂവുണ്ടായത് മൊട്ട് കണ്ടങ്ങൾ ഞെട്ടു. ഇഷ്ടം പോലെ മുട്ട. അതൊക്കെ മുട്ട. ഇവിടെ എല്ലാം മുട്ട്. കുറേ പറിച്ച് ഇവിടെയൊക്കെ നട്ട്. ഇതെനിക്ക് താമരശ്ശേരിയുള്ള സെൽമ തന്നതായിരുന്നു. അതിൻ്റെ തയ്യും മഴയെല്ലാം കുറഞ്ഞ് ഇപ്പം കുറച്ച് കുറഞ്ഞു. അതാ ഞാൻ ചെടീൻ്റെ അടുത്തേക്കൊക്കെ വന്നത്. എല്ലാം പരിശോധിച്ച് അങ്ങനെ ദിവസം അങ്ങനെ ചെയ്യണം. ഇനി ആഴ്ചയിലൊരിക്കലും നന്നായി ഡീപ്പായിട്ട് കാറൊന്ന് കഴുകും, ഉള്ളും പുറവും ഒക്കെ. ഇനി കാറ് കഴുകട്ടെ. സോപ്പും വെള്ളം കഴുകിക്കഴിഞ്ഞാൽ നമ്മൾക്കൊന്ന് തുടക്കണം ഗ്ലാസ്സൊക്കെ. ഈ ഗ്ലാസ് തുടച്ചില്ലെങ്കിൽ ഒരു മങ്ങൽ പോലെയാണ്. അങ്ങനെ പണിയെല്ലാം ഒരു വിധമായി കഴിഞ്ഞു. ഇനി കുളിച്ച് ഫ്രഷ് ആവട്ടെ. അപ്പോൾ അലക്കി ആറിടണമെങ്കിൽ ആദ്യത്തെ അങ്ങ് എടുക്കണം.
സ്പോട്ടിൽ തന്നെ അങ്ങ് മടക്കിയാൽ പിന്നെ ഇവിടെ മല പോലെ ഉണ്ടാവില്ല, അല്ല മടിച്ചു പോവും ഒന്നായിട്ട് കാണുമ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ ഡേ മൈ ലൈഫ്. അങ്ങനെ എല്ലാ പണിയെല്ലാം ഒരു വിധമൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി നിസ്കരിച്ച് ഫുഡ് കഴിച്ചു എല്ലാം കഴിഞ്ഞ് നിങ്ങളോട് പറയാം. അപ്പോൾ എൻ്റെ ഡേ മൈ ലൈഫ് എങ്ങനെ ഉണ്ട് എന്ന് പറയണോ, ഇഷ്ടമായോ, ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ, ഇത്ര പണി എടുക്കണ്ടേ, ഏത് അഭിപ്രായങ്ങൾ പറഞ്ഞാലും ഞാൻ സ്വീകരിക്കും കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവർ പറയും പോലെ ഞാൻ നിൽക്കും. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.